അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാക് പ്രകോപനം. പക്തിക പ്രവിശ്യയിലെ സ്കൂളിന് നേരെയാണ് പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയുമെന്ന് അഫ്ഗാൻ സർക്കാർ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഏറെ നാളായി അഫ്ഗാൻ പാകിസ്ഥാൻ ഇടയിലുള്ള പ്രശ്നങ്ങൾ അതിസങ്കീർണമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഈ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ്റെ ഒരു ആക്രമണം എത്രത്തോളം അപലപനീയമാണ്? ലോകരാഷ്ട്രങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? തീർച്ചയായും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നത് ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുന്നു. സ്വാഭാവികമായും തന്നെ അഫ്ഗാനിസ്ഥാനിലെ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയവും എല്ലാം തന്നെ അതിശക്തമായി ഈ നിലപാടിനെ, പാകിസ്ഥാൻ്റെ നീക്കത്തെ അപലപിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇസ്ലാമാബാദിലൊക്കെ നടന്ന ആക്രമണത്തിലെ ചാവേറുകളായവരൊക്കെ തേടിയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന വിശദീകരണമൊക്കെ പാകിസ്ഥാൻ നൽകുന്നുണ്ടെങ്കിൽ കൂടി നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 24 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ അത് 10 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ 24 അത് ഉയർന്നിരിക്കുന്നു. ഇനിയും നിരവധി പേർ അതിനകത്ത്, അതായത് ഈ തകർന്ന കെട്ടിടങ്ങൾക്കെല്ലാം അകത്ത് കിടക്കുന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്തിക പ്രവിശ്യയിലെ ബേമൽ, ആർഗൺ ജില്ലകളിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഖനിഗയിലും ക്യോഖനിയിലുമെല്ലാം തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങളനുസരിച്ച്, വാർത്തകളനുസരിച്ചും അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നത്. ഡ്രോണുകളും അതുപോലെ തന്നെ വ്യോമാക്രമണവും തന്നെ നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉടൻ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ വക്താവ് സൈബുള്ള മുജാഹിദാണ് ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പുറത്തുവിടുകയും ഈ ആക്രമണ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുകയും സ്വാഭാവികമായും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാം.